ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയുടെ പേരാണ് ജാസ്ലിയ ജോൺസൺ. 19 വയസ്സായിരുന്നു ജാസ്ലിയ ജോൺസൺ. കഴിഞ്ഞ മാസം ഫെബ്രുവരി 28 രാത്രി 7:30 അങ്കമാലി ടെൽക്ക് ജംഗ്ഷന് സമീപം അതിവേഗതയിൽ വന്ന XUV 700 കാർ ഈ കുട്ടിയെ ഇടിച്ചു തെറിപ്പിക്കുന്നു. ആ വണ്ടി ഓടിച്ചത് ഡോക്ടർ സിറിയക്, ഈ ഫോട്ടോയിൽ കാണുന്ന ഇവനെ ഇപ്പോഴും കേരള പോലീസിന് പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഇവൻ ഒളിവിലാണ്. അപകടം നടന്ന് കുട്ടിയുടെ മരണം സംഭവിച്ച് ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷം, ഇത്രയും ദിവസങ്ങൾക്ക് ശേഷവും ഈ അപകടം ഉണ്ടാക്കിയ കാറ് മാത്രം, അതും കാർ ഉപേക്ഷിച്ച് പോയത് കൊണ്ട് മാത്രം ആ കാർ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റി. അല്ലാതെ ഈ പ്രതിയെ ഇന്ന് ഈ ഇരിക്കുന്ന നിമിഷം വരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 2:30 കൂടിയിട്ടാണ്, ഇത് അപ്ലോഡ് ആവുന്നത് ഒരു 3:30-4 മണിക്കായിരിക്കും. ആ ടൈമിൽ ഇവനെ പിടിച്ചാൽ ആ ന്യൂസ് പുറത്തു വരും. ഇന്ന് 2:30 വരെ ഈ ചെങ്ങാതിനെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിനെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇവനെതിരെ ലുക്കൗട്ട് നോട്ടീസൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഈ 19 വയസ്സുകാരുടെ ന്യൂസ് നിങ്ങളിലേക്ക് എത്തിയത് 4 പേർക്ക് പുതുജീവനേകി ജാസ്ലിയെ വിടവാങ്ങി എന്നായിരിക്കും. അത് ഈ കുട്ടിയുടെ മസ്തിഷ്ക മരണം കൺഫേം ആയതിനു ശേഷം ഈ കുട്ടിയുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്ത് 4 പേർക്ക് ആ ഓർഗൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർക്കൊരു പ്രതീക്ഷ, അവരുടെ ലൈഫിലേക്കൊരു വെളിച്ചമേകിയിട്ടാണ് ജാസ്ലിയ ജോൺസൺ പോയത്. പക്ഷേ ജാസ്ലിയ ജോൺസന് നീതി വേണം, ജസ്റ്റിസ് വേണം. ആ കുട്ടിയുടെ മരണകാരണക്കാരനായ, ആ കുട്ടിയെ കൊന്നുകളഞ്ഞ, ആ കാർ ഓടിച്ച ആ ഡോക്ടർ സിറിയക്കിനെ പിടിക്കണ്ടേ? അല്ലാതെ ആ കുട്ടിക്ക് എങ്ങനെ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫാമിലിക്ക്, ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓരോരുത്തർക്കും നീതി വേണ്ടേ? ആൻഡ് ഇവിടെ വില്ലനായത് എന്താ? ഇവിടെ വില്ലനായത് ഒന്ന് ഡോക്ടറായ സിറിയക്കിൻ്റെ അശ്രദ്ധമായ ഡ്രൈവിങ്. അയാളൊരു ഡോക്ടറാണ്, മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്, ഡോക്ടറാണ്. അയാൾക്കൊരു എത്തിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അയാളുടെ വണ്ടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങി നോക്കണമായിരുന്നു ആ കുട്ടിയെ. അതിൻ്റെ CCTV വിഷ്വലോട് വയ്ക്കുന്നുണ്ട്. ഭയങ്കര സീനാണ്, തെറിച്ചു പോകണം ആ കുട്ടി. അതവൻ ചെയ്തില്ല. ബീങ് എ ഡോക്ടർ അവൻ ചെയ്യേണ്ട കാര്യമൊന്നും അവൻ ചെയ്തില്ല. അവൻ വണ്ടി നിർത്താതെ പോയി. ഒന്ന്. രണ്ടാമത്, ഇവിടുത്തെ അശാസ്ത്രീയമായ റോഡുകളുടെ ഈ ഒരു എന്താ പറയുക, വളരെ മോശപ്പെട്ട അവസ്ഥ. റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ വളരെ അശാസ്ത്രീയമാണ്, ഒന്നും കറക്റ്റ് അല്ല. അതിനെക്കുറിച്ച് നാട്ടുകാർ സംസാരിക്കുന്നുണ്ട്. നമുക്കെന്താണെന്നുണ്ടെങ്കിലും ഈ വ്യക്തിയെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിന് പോലീസ് ഓഫീസർ സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്നിട്ട് ജാസ്ലിയെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മോർണിംഗ് സ്റ്റാറിലെ സ്റ്റുഡൻ്റായ ജസ്ലിയ എന്ന പെൺകുട്ടിയുടെ അപകടമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്ന് രാത്രി തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അത് രാത്രി ആയതുകൊണ്ട് തന്നെ വാഹനം ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം തൃശ്ശൂർ മുതലുള്ള CCTVs നോക്കി. എന്നിട്ട് നമുക്ക് അന്ന് രാത്രി അതിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള CCTVs കുറവായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് നമുക്ക് അതിനകത്ത് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ കിട്ടിയത്, ആരാണ് വാഹനം ഓടിച്ചതെന്നും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സിറിയക്ക് എന്ന് പറയുന്ന ആളാണ്, കോട്ടയം സ്വദേശിയാണ്, അയാൾ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അതുകൂടാതെ ഇയാളുടെ ഓടിച്ചിരുന്ന വാഹനം എടുത്തിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ഇന്നലെ തന്നെ നമ്മൾ വാഹനം കോടതി കൊടുത്തിട്ടുണ്ട്. നിലവിൽ ജാമ്യമില്ലാത്ത നോൺ ബെയിലബിൾ ആയിട്ടുള്ള സെക്ഷൻ ഇട്ട് ആണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. സിറിയക്കൻ അന്വേഷിച്ച് പോലീസ് പാർട്ടി പുറത്തുണ്ട്. കിട്ടുന്ന മുറയ്ക്ക് കോടതിയിൽ ഹാജരാക്കി നമ്മൾ മറ്റുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അതുതന്നെ അവർ ചെയ്യാൻ നിലവിൽ ചുമത്തിയിട്ടുണ്ട്. അവർ നമ്മൾ നിലവിൽ നഗരത്തേക്കാണ് കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നടപടികൾ തുടർന്നുണ്ടാവും. ഇല്ല, അതിനുള്ള സാധ്യത കാണുന്നില്ല. ഇവർ കോളേജിൽ 4:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ കറുകുറ്റിയിലൊരു പ്രോഗ്രാം, നമുക്കത് CCTV കാണുന്നുണ്ട്, എൻട്രി എക്സിറ്റ് കാണുന്നുണ്ട്. 7:16 എക്സിറ്റ് ആയിട്ട് കാണുന്നത്. അതിനുശേഷം ഒരു 12-13 മിനിറ്റിന് ശേഷമാണ് ഇൻസിഡൻറ്റ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സാധ്യത നിലവിൽ നമുക്ക് പ്രാഥമികമായിട്ട് ലഭ്യമല്ല. എന്ത് കാരണം കൊണ്ടാണെന്ന് ഇനി അവരെ കിട്ടിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പം നമ്മളെന്തായാലും ബാക്കി കാര്യങ്ങൾ ഇവരെ കിട്ടുന്ന മുറയ്ക്ക് അന്വേഷിക്കാൻ കൂടെ ഉണ്ടായിരുന്ന ആളെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പ്രാഥമികമായിട്ട് അതിന് മൊഴി എടുത്തിരുന്നു. ബാക്കി കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യും. കോളേജിൽ പോയിരുന്നു. ഇന്നലെ രാവിലെ പോയിരുന്നു. അവിടെ HOD ആയിട്ട് സംസാരിച്ചു. അവർ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളും അതിനനുസരിച്ച്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നതിൽ എനിക്ക് എന്തൊക്കെയോ ദുരൂഹത തോന്നുന്നുണ്ട്. ഇവനെ രക്ഷിക്കാനുള്ള എന്തോ പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടാണ് ഈ പറയുന്നതെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഉള്ള ഫീലിംഗ്. കാരണം ഇവർ കോളേജിൽ നിന്ന് ഇറങ്ങുന്നു, മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്, കോളേജിൽ നിന്ന് ഇറങ്ങുന്നു. കറുകുറ്റി വേറെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നു. അതെന്ത് പ്രോഗ്രാം? ആ പ്രോഗ്രാമിൽ വെച്ച് ഇവർ മദ്യമോ ലഹരിയോ ഉപയോഗിച്ചിട്ടുണ്ടോ, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ, എല്ലാം അന്വേഷിക്കേണ്ടേ.
കാരണം ആ വണ്ടി വന്ന സ്പീഡ് അങ്ങനെയാണ്, ആ കുട്ടിയെ ഇടിച്ച് തെറിപ്പിച്ചത് അങ്ങനെയാണ്. ആ വിഷ്വൽ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നവനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൂടെ ഉള്ളവൻ ഉണ്ടായിട്ട് ഇവൻ രക്ഷപ്പെട്ടു പോയോ? അടുത്തൊരു ചോദ്യം, ഇവൻ ഒളിപ്പിച്ചതാര്? അതിന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പിന്നെ ഈ ഒളിപ്പിക്കുന്നത് എന്തിന്? ഇപ്പോൾ മദ്യത്തിൻ്റെയോ ലഹരിയുടെയോ ഒരു കെട്ട് ഇറങ്ങിപ്പോയതിന് ശേഷം വന്ന് ഹാജരാവാനാണോ? കാരണം ഒരു 10 ദിവസം 12 ദിവസം ആളെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ ഒരു ടെസ്റ്റിലും ഒന്നും കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ മനഃപൂർവ്വമായ നരഹത്യയിൽ നിന്ന് പറയും മനഃപൂർവ്വം അല്ലാത്ത നരഹത്യയിലേക്ക് കാര്യങ്ങൾ മാറ്റാം. അങ്ങനെ മാറിയിട്ടുണ്ട് പല കേസുകളിലും. അങ്ങനെ ചെയ്യാനാണോ? പോലീസുകാരെന്നെ പറയുന്നു പ്രാഥമികമായ അന്വേഷണത്തിൽ ടൈം വെച്ച് നോക്കുമ്പോൾ ലഹരിയുടെ ഉപയോഗം മദ്യപാനൊന്നും വരാൻ ചാൻസ് ഇല്ല. എന്താ വണ്ടിയിൽ നിന്ന് മദ്യപിച്ചൂടെ? ലഹരി ഉപയോഗിച്ചൂടെ? പോയ സ്ഥലങ്ങളിൽ നിന്ന് ഉപയോഗിച്ചൂടെ? ഇതൊന്നും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പ്രൈമ ഫേസിൽ നിങ്ങൾ തള്ളിക്കളയുകയാണോ? എനിക്കെന്തോ ഇയാൾ സംസാരിക്കുന്നതിൽ ഒരുപാട് സംശയങ്ങൾ തോന്നുന്നുണ്ട്. 28-ന് വൈകിട്ട് 7:30 കൂടിയിട്ടാണ് അങ്കമാലി വെച്ചിട്ട് ഈ അപകടം ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് ഈ കുട്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ജാസ്ലിയ ജോൺസൺ, 19 വയസ്സുള്ള കുട്ടി, ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കായിക താരമായിട്ട് പൊട്ടൻഷ്യലി നമ്മുടെ നാടിന് ഒരുപാട് മെഡലുകൾ കൊണ്ടുവരാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ഒരു കായിക താരമായിട്ട് യൂണിവേഴ്സിറ്റി ലെവലിലടക്കം കൊക്കോ ടീമിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്പോർട്സ് പേഴ്സണാണ് ഈ കുട്ടി. ഈ കുട്ടിയെ ഇഷ്ടമുള്ള ഒരുപാട് പേര് ഈ കുട്ടിയുടെ ചടങ്ങുകളിൽ വന്ന് കരയുന്നതും ആ കുട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഒക്കെ വിഷ്വൽസ് ന്യൂസിൽ കിടക്കുന്നുണ്ട്. പക്ഷെ ന്യൂസുകാരാണെങ്കിൽ ഒരു വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഈ ന്യൂസ് എന്തായി, സൈഡ് ലൈൻ ചെയ്തു. ആക്ച്വലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ 19 വയസ്സുള്ള ഈ ഒരു കുട്ടി, ആ കുട്ടി പഠിക്കുമ്പോഴും സൈഡിൽ ആ കുട്ടി പാരലായിട്ട് പാർട്ട് ടൈം ജോബിന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടി രാത്രി ഡോമിനോസിൽ ജോലിക്ക് പോയത്. ജോലിക്ക് പോയി തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുമ്പോഴാണ് ഈ കുട്ടിക്ക് അപകടം സംഭവിക്കുന്നത്. ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു കുട്ടി, ലൈഫിലെ സ്ട്രഗിൾസ് കാരണമാണ് ആ കുട്ടി പാർട്ട് ടൈം ജോലി ഡോമിനോസിൽ ചെയ്യാൻ പോയത്. അപ്പോൾ അവൾക്ക് മുന്നോട്ട് ലൈഫിൽ പോകണമെന്ന് അത്രയും ആഗ്രഹിച്ച് അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും ഫൈറ്റ് ചെയ്ത് പോകുന്നൊരു കുട്ടിയെ ഇവൻ ബാക്കിൽ നിന്ന് ഇത്രയും ഓവർ സ്പീഡിൽ വന്ന് ഇടിച്ചിട്ടതിന് ശേഷം നിർത്താതെ പോയി. ഇവൻ ബൈ പ്രൊഫഷൻ ഡോക്ടറാണ്, ഇവൻ നിർത്താതെ പോയി എന്ന് പറയുമ്പോൾ അതിൽ ദുരൂഹതയില്ലേ? ഇപ്പം പാനിക് ആയതുകൊണ്ട് നിർത്താതെ പോയി, അല്ലെങ്കിൽ പല കാരണങ്ങളും ആയിരിക്കും ഇവർക്ക് പറയാനുള്ളത്. ബൈ മിസ്റ്റേക്ക് പറ്റി, അബദ്ധം സംഭവിച്ചു, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെയാണെന്നുണ്ടെങ്കിലും നിർത്തി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിർത്തി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ചിലപ്പോൾ അവരെ രക്ഷിക്കാൻ പറ്റിയിരുന്നെങ്കിലോ ആ സാഹചര്യത്തിൽ. ഈ പയ്യൻ്റെ കാർ ഇടിച്ചിട്ടതിന് ശേഷം അതിൻ്റെ പിന്നിലൊരു പെട്രോളിംഗ് വെഹിക്കിൾ വരുന്നുണ്ട്. CCTVയിൽ അത് വളരെ വ്യക്തമാണ്, പോലീസിൻ്റെ. അവരാണ് ഇവനെ കൊണ്ടുപോയത്, മനസ്സിലായി? ഈ കുട്ടിയെ കൊണ്ടുപോയത് അവരാണ്. അപ്പോൾ അന്ന് രാത്രി ഈ ചെങ്ങായിനെ ഇവർക്ക് ആർക്കും പിടിക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേയും പിടിക്കാൻ പറ്റുന്നില്ല. വണ്ടി ഇതേപോലെ എവിടെയോ ഒരു ഇട്ടിട്ട് പോയ സമയത്ത് അവിടുന്ന് ഇവരെന്ത് ചെയ്തു, ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്ക് വേണ്ടിയിട്ട് തുറവൂര് വെച്ചിട്ട് വണ്ടി എന്ത് ചെയ്തു, ഉപേക്ഷിച്ച വണ്ടി ഇവർക്ക് കിട്ടുന്നു. ഇന്നിപ്പോൾ വീട്ടിലൊക്കെ പോയി ഈ ഒരു ചെങ്ങായിൻ്റെ എന്ന് പറഞ്ഞിട്ട് ന്യൂസുകാർ അതൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരാൾ വിളിക്കാൻ തീരുമാനിച്ചാൽ, അയാൾ ഒളിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഇവിടെ അത്രയേ ഉള്ളൂ. കേരള പോലീസിനെ കൊണ്ടൊന്നും നടക്കില്ല എന്നാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ ഷെയർ ചെയ്യണം, നമ്മൾ മാക്സിമം ഇവൻ്റെ മുഖം ഷെയർ ചെയ്യണം. ഇവനെ കണ്ടാൽ അറിയുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ അടുത്തവൻ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുള്ളവർ അത് ഇൻഫർമേഷൻ പോലീസിന് കൊടുക്കും വേണം. ഇനി ആ വളവിനെ കുറിച്ച്, ഇതാണ് ജാസ്ലിയുടെ അപകടത്തിന് കാരണമാകിയ ടെൽക്ക് വളവ്, അതായത് അങ്കമാലി ടെൽക്ക് വളവ്. ഈ വളവിനൊരു പ്രത്യേകതയുണ്ട്. അമിത വേഗത്തിലാണ് ഇതിലെ വാഹനങ്ങൾ, നാഷണൽ ഹൈവേ ആണ്, ഇതിലെ വാഹനങ്ങൾ പോകുന്നത്. ഇതിന്റെ പുറകിലായിട്ടൊരു കോളേജ് ഉണ്ട്. അല്പം മുൻപിലായിട്ടാണ് ജാസ്ലിയെ പഠിച്ച മോർണിംഗ് സ്റ്റാർ കോളേജ്. അതോടൊപ്പം തന്നെ 2 സ്കൂളുകളുണ്ട്. അങ്ങനെ 14,000 വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളും കോളേജുകളും ഉൾപ്പെടെയുള്ള ജംഗ്ഷൻ. ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫുട്പാത്ത് ഇല്ല. വാഹനങ്ങൾ നടന്നു പോകുന്ന ആളുകളെ വരെ ഇടിച്ചു തെറിപ്പിക്കുന്ന കാഴ്ച. ഇതിന് അല്പം മുൻപ് മാറിയിട്ടാണ് ഒരു റെയിൽവേ പാലം വരുന്നത്. ആ പാലത്തിൽ നിന്ന് മുൻപിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള സിഗ്നലുകളോ ഒന്നുമില്ല, ഹമ്പുമില്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അവിടെ നിന്നെത്തുന്നത് അമിത വേഗത്തിൽ. ഇവിടെ എത്തിയതിനു ശേഷം ഈ വളവിന്റെ ഇടയിലുമാണ് അപകടങ്ങൾ പതിവാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു വളവിനെ കുറിച്ചിട്ട് ന്യൂസുകാർ പോയ സമയത്ത് അവിടെ അനവധി അപകടങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നാട്ടുകാർ തന്നെ അവിടെ ഈ ന്യൂസുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒട്ടും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ റോഡ് എങ്ങനെ പോവുകയാണ്, പഴയ റോഡ് പോകുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ടാർ ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞ് പോകുന്ന രീതിയിലാണ് പല റോഡുകളുടെയും നിർമ്മാണം നടക്കുന്നത്. പക്ഷെ കുറേയൊക്കെ മാറിയിട്ടുണ്ട്, കുറേയൊന്നും മാറിയിട്ടില്ല. പിന്നെ അനാവശ്യമായ സ്ഥലങ്ങളിൽ യൂ ടേൺ കൊണ്ടുപോയി വെക്കുക, ചില സ്ഥലങ്ങളിൽ യൂ ടേൺ ഇല്ലാതിരിക്കുക, സൈൻ ബോർഡുകൾ കൃത്യമായിട്ടല്ല,
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റോഡുകളിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ മരണ കാരണം ഇങ്ങനത്തെ റോഡുകളും അതിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണവുമാണ്. പ്ലസ് ഇങ്ങനത്തെ റോഡുകളിലൂടെ അമിത വേഗതയിൽ, ഇനിയിപ്പോൾ ലഹരിയാണെങ്കിൽ ലഹരിയുടെ ഉപയോഗത്തിലടക്കം വണ്ടി ഓടിച്ച് ആളെ തീർക്കാൻ വേണ്ടി നടക്കുന്ന ഇതേപോലുള്ള ആളുകളുമാണ്. എന്നിട്ടും ഇവരൊന്നും പിടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവരുടെയൊക്കെ ഏറ്റവും അടുത്ത ആളുകളുടെ സങ്കടം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. ഇന്നലെ എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ ആ വോയിസ് ഇവിടെ പ്ലേ ചെയ്യാം. ചേട്ടാ, എൻ്റെ പേര് അലീനാണ്. ഞാൻ മെസ്സേജ് ഇടുന്നത് ജാസ്ലിയയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ന്യൂസിൽ, ചേട്ടനും കണ്ടിട്ടുണ്ടാവും 4 പേർക്ക് ഓർഗൻസ് ഡൊണേറ്റ് ചെയ്തിട്ട് പോയൊരു ജാസ്ലിയനെ കുറിച്ചിട്ട്. അവൾ ആ കോളേജിലെ എല്ലാവരുടെയും പെറ്റായിരുന്നു. എൻ്റെ പേര് അലീന എന്നാണ്. ഞാൻ മെസ്സേജ് ഇടുന്നത് അവിടുത്തെ അലുമിനി സ്റ്റുഡൻ്റാണ് ഞാൻ. മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിലെ അലുമിനി സ്റ്റുഡൻ്റാണ് ഞാൻ. ഞങ്ങളുടെ സ്പോർട്സിലുള്ള കുട്ടിയാണ് ജാസ്ലിയ. യോഗയിലും അതുപോലെ തന്നെ ഖോഖോയിലും ഒക്കെ അവാർഡ് കിട്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റി പ്ലെയറാണ് ജാസ്ലിയ എന്ന് പറയുന്ന കുട്ടി. അതുമാത്രമല്ല, അവളുടെ വീട്ടിലെ സിറ്റുവേഷൻസ് കാരണം കൊണ്ട് അവൾക്ക് പാർട്ട് ടൈം ജോലിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അവളുടെ ഡ്രീമിലേക്ക് എത്തിപ്പെടാനായിട്ടൊക്കെ ആയിട്ട്. അവൾ ഡൊമിനോസിൽ പാർട്ട് ടൈം ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന കുട്ടിയാണ്. 28-ാം തീയതിയാണ് ഈ അപകടം നടക്കുന്നത്. 28-ാം തീയതി പോലും ആ കുട്ടി ജോലി കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ അപകടം നടക്കുന്നത്. 7:30 ആയിട്ടുണ്ടാവും. ടെൽക്ക് എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട് അങ്കമാലിയിലുള്ള എല്ലാവർക്കും അറിയാം, ഒട്ടുമിക്ക ആൾക്കാർക്കറിയാം. അത് ഹൈവേ ആണ്. ആ ടെൽക്കിൻ്റെ അവിടെ ഒരു വളവുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ ആക്സിഡൻറ്റ് നടക്കുന്നത്. ആക്സിഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല ചേട്ടാ, ഇടിച്ച് തെറിപ്പിക്കുവാണ് അവൾ സൈഡ് പിടിച്ചാണ് വന്നിട്ടുള്ളത്. ഒരു റോഡിൻ്റെ ഒരു ലൈൻ വിട്ട് പുറത്തോട്ട് പോകാത്ത രീതിക്ക് സൈഡ് പിടിച്ച് ചേർന്നാണ് അവൾ നടന്നു വന്നിട്ടുള്ളത്. ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് ആ നായിൻ്റെ മോൻ കടന്നു കളഞ്ഞത്. അവൾ ചെന്ന് വീഴണ ഒരു സ്പീഡുണ്ട്, ഒരു ഇതിലാണ് അവൾ ചെന്ന് വീഴണത്. ആ തെറിപ്പിച്ച സ്പീഡ് കണ്ടാൽ പോലും മനസ്സിലാവും ഇത് അവൻ്റെ ഇതുകൊണ്ട് ഇടിച്ച് കയറിയതല്ല എന്നുള്ളത്. ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് വിട്ട് കളഞ്ഞത്. അവനൊരു ഡോക്ടറാണെന്ന് പറയപ്പെടുന്നു. ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്ന അതിൻ്റെ മോന്. അവൻ വണ്ടി നിർത്താണ്ടാണ് ഓടിച്ചു പോയത്. അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഉണ്ടായിരുന്നവരാണ് അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതും ബാക്കി കാര്യങ്ങൾ ചെയ്തതും എല്ലാം. 5 ദിവസമായി ഇതുവരെ അവനെ പിടിക്കാനായിട്ട് കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. അവൻ ഡോക്ടറാണെന്ന് പറയപ്പെടുന്നു. അവൻ്റെ ഫേസ് ഐഡൻറ്റിഫൈ ചെയ്തു, അവൻ്റെ ഫോട്ടോ പബ്ലിക്കാക്കിയിട്ടുണ്ട്. അവൻ്റെ വീട് എവിടെയാണെന്ന് ലൊക്കേഷൻ തിരിച്ചറിഞ്ഞു. കാറ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞാൽ ചേട്ടാ എല്ലാം തീരുമോ? ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് അതാ. ഇന്ന് അവളുടെ ഫ്യൂണറലായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ പൊതുദർശനത്തിന് വെക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ മെറ്റിൽഡ സ്പോർട്സിലെ മിസ്സും ഞങ്ങളുടെ ടീം മെമ്പേഴ്സും എല്ലാവരും കൂടി സ്റ്റേഷനിലോട്ട് പോയത് ഫൈനൽ ഒപ്പീനിയൻ അറിയാനാണ്. അപ്പം പോലും പറഞ്ഞത് ഞങ്ങൾ പിടിക്കും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്നാണ്. ഈ 5 ദിവസം കൊണ്ട് അയാൾ ഇവിടെ തന്നെ, അതായത് ഈ കൊച്ചിയിൽ തന്നെ ഒളിവിലായിരുന്നു എന്ന് ഒരു ന്യൂസിൽ പറയുന്നുണ്ട്. ആൻഡ് ചേട്ടാ, വേറൊരു കാര്യം കൂടി പറയാം. ആ ഡോക്ടർ എന്ന് പറഞ്ഞ നാറിയുണ്ടല്ലോ, സിറിയക്ക് എന്ന് പറഞ്ഞ, അവൻ ചാലക്കാൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ സ്റ്റിൽ ഉണ്ടെന്നുള്ള ഇൻഫോർമേഷൻ വരെ വേറെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ചേട്ടാ, ഇത്രയും ഇൻഫോർമേഷൻ വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് പോലും പോലീസ്, അതായത് പോലീസിൻ്റെ വായിൽ തന്നെയാണ് ഇത് പലതും മെയിനായിട്ടുള്ളത്. എന്നിട്ട് പോലീസ് പറയുന്നതാണ് നമുക്ക് കൂടുതൽ തെളിവുകളൊന്നും കിട്ടാത്തതുകൊണ്ട് ആൾ ഒളിവിലാണ്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പോലീസ് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൾ കേരളം വിട്ട് പോയിട്ടില്ല, ആൾ ഈ എറണാകുളത്ത് തന്നെയുണ്ട്. കേട്ടല്ലോ, ഇത് അവിടുത്തെ പഠിച്ച ഈ ജാസ്ലിയ പഠിച്ച കോളേജിലെ ഒരു അലുമിനി സ്റ്റുഡൻ്റാണ് ഈ പറയുന്നത്. അത്രയും ആക്റ്റീവായ, അത്രയും ഹാർഡ് വർക്കിംഗ് ആയ, അത്രയും ലൈഫ് മുന്നോട്ട് പോകാൻ അത്രയും ആഗ്രഹിച്ച ഒരു കുട്ടി, ഒരു കുടുംബത്തിൻ്റെ തന്നെ അത്താണി ഇല്ലാതാക്കിയ ഇവനെ ഇനിയും കേരള പോലീസിന് ലുക്കൗട്ട് നോട്ടീസും വെച്ച് ഇവൻ വന്ന് കീഴടങ്ങുന്നത് വരെ നോക്കി നിൽക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ വളരെയധികം കഷ്ടം എന്നേ ഇതിന് പറയാനുള്ളൂ. 4 പേർക്ക് പുതിയൊരു ജീവിതം കിട്ടി കുട്ടിയുടെ ഈ ഓർഗൻ ഡൊണേഷൻ കാരണം. പക്ഷെ ആ കുട്ടിക്ക് ജസ്റ്റിസ് എവിടെ? ആ കുട്ടിക്ക് നീതി എവിടെ? ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന ഫാമിലിക്കും അവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്നും ഒരു തരത്തിലും നീതി ലഭിക്കുന്നില്ലല്ലോ. ഇവൻ്റെ അറസ്റ്റ് ആവണം, ഇവൻ്റെ അറസ്റ്റ് ചെയ്യണം. ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിലെ ദുരൂഹതകൾ ഓരോന്നായിട്ട് കേരള പോലീസിനെ കൊണ്ട് നീക്കാനും പറ്റണം.
ഇത് വെറുതെ എന്താ പറയുക, ഒരു ഇത്രയൊക്കെ സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്, യുദ്ധത്തിൻ്റെ ന്യൂസുകൾ വരുന്നുണ്ട്, പല രീതിയിൽ ഇപ്പോൾ ഇലക്ഷൻസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്, പലതും വരുന്നുണ്ട്. പക്ഷേ ഇതൊരു വെറും അവയവദാന റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസ് മാത്രമായിട്ട് ജാസ്ലിയ ജോൺസൻ്റെ കേസ് ഒതുങ്ങി പോകണമെന്ന് ആഗ്രഹിക്കുന്ന പലർക്കും അത് സാധിച്ച പോലെയാണ് ഇപ്പം ന്യൂസുകാർ ന്യൂസ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ ആവരുത്. ഈ ഫോട്ടോയിൽ കാണുന്നവനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നവർ ഐഡൻറ്റിഫൈ ചെയ്ത് നാട് വിടുന്നതിന് മുമ്പ് ഇവനെ പോലീസുകാരെടുത്ത് ഏൽപ്പിക്കണം. ഓക്കെ, അതിനുശേഷം പിന്നെ അവന് പറയാനുള്ളതും പറയട്ടെ, എന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ട് വണ്ടി നിർത്താതെ പോയി. കാരണം ഇതിൽ പല രീതിയിലുള്ള കോൺസ്പിറസീസ് നമുക്ക് തിങ്ക് ചെയ്യാം. ഈ കുട്ടി വർക്ക് ചെയ്തിരുന്ന ഡോമിനോസിൽ ഇവൻ പോയിട്ടുണ്ടോ? ഈ അതിൻ്റെ വൈരാഗ്യത്തിൻ്റെ മുകളിൽ ഇവൻ വന്ന് കുത്തിച്ചതാണ്. കാരണം റോഡിൻ്റെ സൈഡിലൂടെ പോകുന്ന ഒരു കുട്ടിയെ അമിത വേഗതയിൽ വന്ന് കുത്തിച്ചിട്ട് നിർത്തിയിടാതെ പോകുമ്പോൾ അതിൽ പല രീതിയിലുള്ള ദുരൂഹതകളില്ലേ? എനിക്കതൊക്കെയാണ് സംശയം. ഇത്ര ദിവസമായിട്ട് ഇവനെ പോലീസ് കണ്ടുപിടിക്കുന്നില്ല. ഇവൻ പോലീസിൽ നിന്ന് കണ്ണുവെട്ടിച്ച് ഒളിച്ച് താമസിക്കുന്നു, ലുക്കൗട്ട് നോട്ടീസ് വരുന്നു. അപ്പോൾ മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ ഈ കുട്ടിയെ തീർത്തതാണോ? അല്ലെങ്കിൽ ലഹരിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നോ? ആരിവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു? ഒക്കെ ചോദ്യമാണ്. ലെറ്റ്സ് സീ ഇവനെ പിടിക്കോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം.